ഞാൻ ഏത് സാധനം വാങ്ങിയാലും അതിന്റെ അരിപ്പ് കണ്ടിട്ട് അടങ്ങും. അതാണ്ടാ മനസ്സിലായി, എനിക്കറിയാം. എന്റെ വാപ്പ ഉപയോഗിച്ച് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന കുട്ടാ ഇങ്ങ വന്നോണ്ടാ. ഞാനാ താടി നീ എന്താ കുട്ടാ ഇങ്ങനെയാ? ഞാനാ നിന്റെ കാര്യത്തിൽ എത്ര റിസ്ക് എടുത്താണെന്നറിയോ ഞാൻ എന്നെ കൊണ്ടു കിടക്കുന്ന. നീ എന്തിങ്ങനെ ആയിപ്പോയാ? നീ പെണ്ണ് കെട്ടണമെന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വരരുത്. നിന്റെ ഒരു പെണ്ണ് കേസ് ഒതുക്കാൻ പെട്ട പാടുണ്ടല്ലേ. പെണ്ണ് കേസാ? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവന്റെ കൂട്ടുകൂടരുത്. ഒരു ലക്ഷ്യബോധം ഉണ്ടോ അവന്? അവൻ നീ അങ്ങോട്ട് നോക്കിയാണ്. ഇതൊക്കെ എന്റെ അടുത്തൊന്നും പറയും. നിങ്ങളാരാ? കഴിവേറി അരിയോട്ട് ഒരു കാര്യം പറയാം. അവൻ എന്നെ അറിഞ്ഞൂടൊന്നു. ഒരു കാര്യമില്ലാതെ ഒരാൾ വന്ന് എന്റെ ചെവിക്കലടിച്ച് പൊട്ടിച്ചിട്ടങ്ങ് പോയാളിയാ. നേരത്തെ ഇവിടെ കണ്ട അയാളാ എന്നെ പെണ്ണ് കേസ് പിടിച്ചെന്ന് എന്തൊക്കെയോ ഒന്ന് പറയുന്നു. എന്നെ പിടിച്ച വെറുതെ ഒന്ന് അടിച്ചിട്ട് പോയാ? വെറുതെ ഒരു കാര്യമില്ല. കപാലം അടിച്ച് നീരാക്കി. എന്റെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ ഉപദേശിച്ചിട്ടില്ല. ഈർപ്പൂവിന്റെ കവിളിൽ തലോ ഇങ്ങോടാ. മറ്റേ സൈഡും കൂടെ പൊട്ടിക്കാനാണ്. എന്തോ അമ്മ? നീ ഏതാടാ? ഞാൻ എന്റെ കൊച്ചിനെ വിളിച്ച. കൊച്ചെ ഇങ്ങോടാ. നീ ആ താടിക്കാരനോടൊക്കെ ഇങ്ങനെ കൂട്ടുകൂടി നടക്കരുത്. അവൻ എന്റെ ഫ്രണ്ടാണ്. നിങ്ങളാരാ? ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് രാജമാണിക്യ സിനിമയില. ഇതാരിത്? എന്നെ കുറിച്ച് അറിയണമെങ്കിൽ നീ ഒരാളോട് വേണം ചോദിക്കാൻ. എന്നോട് തന്നെ. ഒരു 100 രൂപ ഇരിപ്പുണ്ടാ? പൈസ കേസാ കൊടുത്തുവിടാ. ചായ കുടിച്ച് 100 രൂപയ്ക്ക് കുടിച്ചു. അരി അരിയാ